സേതു, നീ പറഞ്ഞതാ ശരി. ഫോണും കയ്യിൽ പിടിച്ച് ബാൽക്കണിയിൽ ഇരിക്കുന്നവൻ്റെ അരികിലേക്ക് ജോ വന്നു പറഞ്ഞതും സേതു അവൾ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ പിരുകം ചുളിച്ചു. അന്ന് എൻ്റെ ഇച്ചായൻ്റെ ഒപ്പം സ്റ്റേഷനിൽ വെച്ച് കണ്ട പെണ്ണില്ലേ, അവൾ ഇച്ചായൻ്റെ ഭാര്യയാണ്. ഏ? കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ചാടി എഴുന്നേറ്റു സേതു. അതെ, എന്നെ ഇപ്പോൾ റോസ് വിളിച്ചിരുന്നു. ആൾ ഭയങ്കര കരച്ചിൽ. ഇച്ചായൻ അവളെ ചതിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കാര്യം അന്വേഷിച്ചപ്പോൾ അവൾ പറഞ്ഞത് കോൺട്രാക്റ്റ് വൈഫ് എന്ന പേരിൽ ഇച്ചായൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്നും ഇപ്പോൾ ആ പെണ്ണിനെ തന്നെ വേണമെന്ന് ഇച്ചായൻ പറയുന്നു എന്നൊക്കെ. നീ പറയുന്നതൊക്കെ സത്യമാണോ? നിൻ്റെ ഇച്ചായൻ? ഏയ്, എനിക്ക് തോന്നുന്നില്ല. അതുമാത്രമല്ല, ആ കൊച്ചിനെ കണ്ടിട്ട് നിൻ്റെ കൂട്ടരാണെന്ന് തോന്നുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഒരിക്കലും നിൻ്റെ ഇച്ചായൻ ആ പെണ്ണിനെ കല്യാണം കഴിക്കില്ല. പിന്നെ എങ്ങനെയാണ്? സേതുവിന് സംശയമായി. പ്രത്യേകിച്ച് തങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും ഇടങ്കോലിട്ടത് ജോയുടെ ഇച്ചായൻ തന്നെയാണെന്ന് അവൻ ഓർത്തു. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരു കോൺട്രാക്റ്റ് മാരേജ് എന്ന പേരിലാണ് ഇച്ചായൻ ആ പെണ്ണിനെ വിവാഹം ചെയ്തത്. അത് റോസിനും അറിയാമായിരുന്നു. ഇച്ചായൻ അവളോട് എല്ലാം പറഞ്ഞിരുന്നുവെന്ന്. എന്നിട്ടിപ്പോൾ ഇച്ചായൻ ആ പെണ്ണിനെ വേണം, റോസിനെ വേണ്ടത്രേ. എനിക്ക് റോസിൻ്റെ കരച്ചിൽ കേട്ട് സഹിക്കാൻ കഴിയുന്നില്ല സേതു. ഇച്ചായൻ റോസിനെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയതേയില്ല. പാവം റോസ്. നീ ആ പെണ്ണിനെ കൂടുതൽ നമ്പാൻ നിൽക്കേണ്ട. കുറേ ആയല്ലോ അതിൻ്റെ കോളൊന്നും വരാതെ. ഇപ്പോൾ ഇത് പറയാനാണോ നിന്നെ വിളിച്ചത്? നിൻ്റെ ഇച്ചായൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും. റോസിനെ അത്ര പിടുത്തമില്ല സേതുവിന്. ആഹാ, ഇപ്പോൾ സേതു അളിയൻ്റെ പക്ഷത്തായോ? സേതു എന്താ പറഞ്ഞു വരുന്നത്? ഇച്ചായൻ കൂടെ കൂട്ടിയ പെണ്ണിൻ്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്നോ? അങ്ങനെയെങ്കിൽ ഇച്ചായനോട് ചോദിക്കാൻ എനിക്കൊരുപാട് ചോദ്യങ്ങളുണ്ട്. ബാൽക്കണിയിൽ നിന്നും ഹാളിലേക്ക് വന്നവൻ്റെ പുറകെ ഉയർന്ന ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ജോയും വന്നു. ചോദ്യമോ ഉത്തരമോ എന്ത് വേണമെന്ന് വെച്ചാൽ നീ ചെയ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സമാധാനമുണ്ട്. നീയായിട്ട് അതില്ലാതാക്കേണ്ട. നോക്കാം, ഇനിയും ആ പെണ്ണ് നിന്നെ വിളിക്കാതിരിക്കില്ലല്ലോ. അലസമായി പറഞ്ഞുകൊണ്ട് TV ഓൺ ചെയ്ത് സേതു സെറ്റിയിലേക്ക് ഇരുന്നു. എന്നാലും സേതു, ഈ ചൂടുള്ള വാർത്ത കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ എന്നെക്കൊണ്ടാവുന്നില്ലല്ലോ. സേതുവിൻ്റെ അരികിലേക്ക് ജോയും ഇരുന്നു. എൻ്റെ ജോ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിയട്ടെ. കാര്യങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മതി ചോദ്യവും പറച്ചിലും. മതിയല്ലേ? മുഖം ചുളിച്ചുകൊണ്ട് സേതുവിനെ നോക്കി ജോ. മതി. നിൻ്റെ ആ റോസിനെ അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ നിന്നോടിത് വിളിച്ചു പറയണമെങ്കിൽ മറ്റെന്തോ ഉദ്ദേശം ആ പെണ്ണിനുണ്ടാകും. അല്ല, എപ്പോഴും നീ പറഞ്ഞിട്ടില്ലേ ഇച്ചായനും അവളും തമ്മിൽ മറ്റൊരു ബന്ധമില്ലെന്ന്? പിന്നെ എങ്ങനെയാ ഇപ്പോൾ പെട്ടെന്ന് ആ പെണ്ണിന് നിൻ്റെ ഇച്ചായനോട് അടുപ്പം തോന്നിയത്? അത് ശരിയാണല്ലോ. ഈ റോസാണ് എന്നോട് പറഞ്ഞത് ഇച്ചായനും അവളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. തൽക്കാലം അപ്പച്ചന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു കല്യാണം ഉറപ്പിക്കൽ മാത്രമാണെന്ന്. പിന്നെ എങ്ങനെ അവൾക്ക് ഇച്ചായൻ്റെ അടുപ്പം തോന്നി? ജോയും സംശയിച്ചു. അതാണ് എൻ്റെ വൈഫി ഞാൻ പറയുന്നത്. കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മതി ചോദ്യവും പറച്ചിലും. അങ്ങനെയെങ്കിൽ കട്ടക്ക് നിൻ്റെ കൂടെ ഞാനും ഉണ്ടാകില്ലേ? പറയുന്നതിനോടൊപ്പം ജോയെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു സേതു. റോസേ, നിന്നെ എനിക്കറിയാവുന്നതല്ലേ. നിനക്ക് എങ്ങനെ പെട്ടെന്ന് അലക്സിനോട് ഇഷ്ടം തോന്നി? റോസ് റൂമിലേക്ക് കയറി വന്നതും പുറകെ റോസിൻ്റെ അമ്മച്ചി സ്റ്റെല്ല വന്ന് അവളോട് ഗൗരവത്തോടെ ചോദിച്ചു. ഇപ്പോൾ ഇഷ്ടം തോന്നിയതിനായോ കുറ്റം? അമ്മച്ചിയെ ദേഷ്യത്തോടെ നോക്കി റോസ്. നീ ഒന്നും കാണാതെ ഇപ്പോൾ അലക്സിനോട് ഇഷ്ടം കാണിക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉണ്ടായപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചതാണ് കാര്യങ്ങൾ. അപ്പോൾ നീ തന്നെയാണ് പറഞ്ഞത് അലക്സുമായി കെട്ട് നടക്കില്ലെന്ന്. എന്നിട്ടിപ്പോൾ അതേ അലക്സിനോട് വല്ലാത്ത സ്നേഹമാണല്ലോ നിനക്ക്. അമ്മച്ചിക്കിപ്പോൾ എന്നതാ വേണ്ടത്? എനിക്ക് കുറച്ച് സ്വസ്ഥത തരുമോ? റോസ് സ്റ്റെല്ലയെ നോക്കി പല്ലുറുമി. എനിക്കൊന്നും വേണ്ട. കാര്യം എന്നതാണെന്ന് വെച്ചാൽ നീ നിൻ്റെ അപ്പച്ചനോട് പറഞ്ഞേക്ക്. പിന്നെ അലക്സ് ഒരു പെണ്ണിനെ കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. നീയും അലക്സിൻ്റെ വീട്ടുകാരും മറച്ചു വെച്ചാലും ഞാൻ അറിയും. അവസരം കിട്ടിയാൽ നിൻ്റെ അപ്പച്ചനോട് പറയുകയും ചെയ്യും ഞാൻ. നീ അവനെ വിട്ടേക്ക്. കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഉറപ്പിച്ചതേലേ ഉള്ളൂ. സ്റ്റെല്ല പറഞ്ഞതും ഞെട്ടലോടെ റോസ് നോക്കി.
നീ ഞെട്ടണ്ട, നിൻ്റെ അമ്മച്ചിയല്ലേ ഞാൻ. നീ മരത്തിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും. നീയും ലിസിയും തമ്മിൽ എന്താ ഏർപ്പാട്? എന്താണെങ്കിലും എന്നോട് പറഞ്ഞാൽ കൂടെ നിൽക്കേണ്ടതാണെങ്കിൽ ഞാൻ നിൽക്കും. ഇല്ലെങ്കിൽ നിൻ്റെ അപ്പച്ചനോട് കാര്യങ്ങൾ ഞാൻ അങ്ങ് തുറന്നു പറയും. സ്റ്റെല്ല താക്കീതോടെ പറഞ്ഞതും റോസ് ബെഡിൽ നിന്നും എഴുന്നേറ്റ് അമ്മച്ചിയുടെ അരികിലേക്ക് വന്ന് അമ്മച്ചിയുടെ കയ്യിൽ പിടിച്ചു. എനിക്ക് അലക്സിച്ചായനെ വേണം അമ്മച്ചി. അമ്മച്ചി പറഞ്ഞതാ ശരി. എനിക്ക് ഇച്ചായനോട് ആദ്യം താല്പര്യം തോന്നിയില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇച്ചായൻ്റെ അത് പറ്റില്ല അമ്മച്ചി. എൻ്റെ പൊന്നമ്മച്ചിയല്ലേ, അപ്പച്ചനോടൊന്നും പറയല്ലേ. അലക്സിച്ചായൻ്റെ അമ്മച്ചിയും അപ്പച്ചനും എനിക്ക് വാക്ക് തന്നതാ അലക്സിച്ചായനെ എനിക്ക് തന്നെ തരുമെന്ന്. അതിൽ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാം അമ്മച്ചി. അപ്പോൾ അലക്സിൻ്റെ കൂടെയുള്ള പെണ്ണോ? അവൾ എന്താണെന്ന് വെച്ചാൽ അലക്സിച്ചായൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി ചെയ്തോളും. അല്ല, മുൻപ് നിനക്ക് അലക്സിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തോന്നാൻ എന്താ കാരണം? അതിൻ്റെ ഉത്തരം കൂടി എൻ്റെ പൊന്നുമോൾത്താ. റോസ് പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും മകളുടെ സന്തോഷമായിരുന്നു ആ അമ്മച്ചിയും ആഗ്രഹിക്കുന്നതും. അത് പിന്നെ അമ്മച്ചി, എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു. അലക്സിച്ചായനും അറിയാവുന്നതാണ്. ആ റിലേഷൻ പൊളിഞ്ഞു. അതുമാത്രമല്ല, അവൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഞാൻ അലക്സിച്ചായനെ കല്യാണം കഴിക്കില്ലെന്ന്. പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, അലക്സിച്ചായനെ പോലെ ഒരാൾ നമ്മുടെ ഇടവകയിൽ നിന്നും എനിക്ക് കിട്ടിയില്ല. ജോലിയും ഗെറ്റപ്പും സൗന്ദര്യവും എല്ലാം കൊണ്ട് ഇച്ചായൻ സൂപ്പറല്ലേ. പിന്നെ അപ്പച്ചന്മാർ തമ്മിലുള്ള ബിസിനസ്സും എല്ലാം കൊണ്ട് എനിക്ക് അലക്സിച്ചായൻ ബെറ്റർ ചോയ്സാണെന്ന് തോന്നി. അതുപോലെ ആ പെണ്ണ് കൂടെ ഉണ്ടാകുമ്പോൾ എന്നോട് അലക്സിച്ചായൻ പറഞ്ഞിരുന്നു അവളുമായി യാതൊരു ബന്ധവുമില്ലെന്ന്. പക്ഷേ ഇപ്പോൾ അവളെ അലക്സിച്ചായന് വേണമെന്ന് പറയുന്നു. അവൾ എന്തോ കൈവശം കൊടുത്തതാണ് ഇച്ചായന്. അതിനുള്ള സൗന്ദര്യമുണ്ടല്ലോ ആ യുവദാസിന്. ദേവയെക്കുറിച്ച് ഓർക്കുമ്പോൾ റോസിന് ദേഷ്യം ആളിക്കത്തുന്നുണ്ട്. എല്ലാം ഒന്ന് അടുപ്പിച്ചപ്പോഴായിരുന്നു അലക്സിച്ചായന് അവളോടുള്ള പ്രേമം പൊട്ടിമുളച്ചത്. അതോടുകൂടി തൻ്റെ പ്ലാനിംഗ് ഒക്കെ തെറ്റിയെന്ന് റോസിനും അറിയാം. അപ്പോൾ അലക്സിനെ നിനക്ക് വേണം അല്ലേ? സ്റ്റെല്ല ചോദിച്ചതും റോസ് മൂളി. ഞാനിപ്പോൾ നിൻ്റെ അപ്പച്ചനോടൊന്നും പറയുന്നില്ല. പക്ഷേ കെട്ടിന് അധികം നാളില്ല. എന്താണെന്ന് വെച്ചാൽ ലിസിയോടും ജോണിച്ചായനോടും ചെയ്യാൻ പറയണം. എനിക്ക് നിൻ്റെ സന്തോഷമാടി വലുത്. സ്റ്റെല്ല തൻ്റെ മകളുടെ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചു പറഞ്ഞതും റോസ് അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും നൽകി. തൻ്റെ എല്ലാ വശങ്ങളും ക്ലിയറായി. ഇനി അലക്സിച്ചായൻ്റെ റൂട്ട് മാത്രമേ ക്ലിയർ ആക്കാനുള്ളൂ എന്ന് ഓർക്കുമ്പോൾ റോസിന് സന്തോഷം തോന്നുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, ആ റൂട്ട് ശരിയാക്കാൻ അലക്സിച്ചായൻ്റെ അപ്പച്ചനും അമ്മച്ചിയും മാത്രം മതിയെന്ന് അവൾക്കറിയാം. എന്താടോ ഇത്ര ആലോചന? ടി വിയും വെച്ച് സെറ്റിയിലിരുന്ന് മറ്റെന്തോ ചിന്തിച്ചിരിക്കുന്നവരുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അലക്സ് ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഞാൻ ഓരോന്ന് ആലോചിച്ചപ്പോൾ. ദേവ അലക്സിനെ നോക്കി ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. ആ ആലോചനയിൽ ഞാനുണ്ടോ? പ്രതീക്ഷയോടെ അലക്സ് ദേവയെ നോക്കി. ACP ഇല്ല. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ അപ്പായുടെയും അമ്മയുടെയും ഒപ്പമുള്ള ജീവിതം ആലോചിക്കുകയായിരുന്നു. ദേവ പറഞ്ഞതും അലക്സിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി താനേ മാഞ്ഞു പോയി. ഇപ്പോഴും ദേവയ്ക്ക് ചെന്നൈയാണ് ഇഷ്ടമെന്ന് അവന് തോന്നി. അല്ല, പലപ്പോഴുമായി അവൾ പറഞ്ഞതുമാണ്. ACPക്ക് അറിയോ എന്ത് രസമായിരുന്നു അവരുടെ കൂടെ ജീവിക്കുമ്പോൾ? അവർ മാത്രമല്ല, രവ്യങ്ങളും ദാസേട്ടനും അമ്മുവും പിന്നെ ലക്ഷ്മിയേൻ്റെയും. ദൈവത്തിന് അസൂയ തോന്നിയിട്ടുണ്ടാകും. അതാ എനിക്ക് ഇങ്ങനെയൊരു വിധി വന്നത്. ദേവ പറഞ്ഞതും അലക്സിന് വല്ലായ്മ തോന്നി. തൻ്റെ അടുത്ത് ഇവൾ അത്ര ഓക്കെ അല്ലെന്ന് അവളുടെ വാക്കുകളിൽ നിന്നും അലക്സ് മനസ്സിലാക്കി. അഞ്ജനയ്ക്ക് ഞാൻ ഓക്കെ ആണോ? മനസ്സിലെ സംശയം അപ്പാടെ ചോദിച്ചു അലക്സ്. അതെന്താ ACP ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ? സംശയത്തോടെ ദേവ അലക്സിൻ്റെ അരികിലേക്ക് അല്പം ചേർന്നിരുന്നു കൊണ്ട് ചോദിച്ചു. എനിക്കങ്ങനെ തോന്നി. തനിക്കിപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ. അങ്ങനെ തോന്നിയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിങ്ങനെ ACPയുടെ അടുത്തിരിക്കുമോ? എനിക്കത്രയും ഇഷ്ടമാണ് എൻ്റെ ഈ കള്ളപ്പോലീസിനെ. അലക്സിൻ്റെ കൈയെടുത്ത് തൻ്റെ കൈകളിലേക്ക് കോർത്ത് പിടിച്ചുകൊണ്ട് ദേവ പറഞ്ഞതും അലക്സ് അവളെ തന്നെ നോക്കി. തനിക്ക് അത്രയും വിശ്വാസമാണോ എന്നെ? എന്നെക്കാളും എനിക്ക് ACPയെ വിശ്വാസമാണ്. കോർത്ത് പിടിച്ച് അവൻ്റെ കയ്യിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് അലക്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദേവ പറഞ്ഞതും
അതേസമയം തന്നെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു അലക്സ്. ദീർഘനേരത്തെ ചുംബനം. അവളും അവന് വിധേയപ്പെട്ടിരിക്കുകയായിരുന്നു. ചെറിയൊരു അകറ്റൽ പോലും അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. തൻ്റേതാണെന്ന ഒരു വിശ്വാസം അവളിലും ഉടലെടുത്തു. പ്രത്യേകിച്ച് വീട്ടുകാരെ വെല്ലുവിളിച്ച് തന്നെ സ്വന്തമാക്കിയവനോട് അവൾക്ക് പ്രത്യേക ആരാധനയും തോന്നി. അവളുടെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞവൻ്റെ ചുണ്ടുകൾ ദിശ തെറ്റി ദേവയുടെ കഴുത്തുടുക്കിലേക്കെത്തി. പെട്ടെന്നുള്ള അലക്സിൻ്റെ നീക്കത്തിൽ ദേവ തേങ്ങിപ്പോയി. ഇച്ചായ! അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ദേവ ഏങ്ങിയതും കഴുത്തടിക്കിൽ നിന്നും അലക്സിൻ്റെ മുഖം ദേവയുടെ മാറിൻ ചുഴിയിലേക്കെത്തി. ഇച്ചായ! അവൾ അവൻ്റെ നീക്കത്തിലൊന്ന് ഉയർന്നു പോയി. ഡി പെണ്ണെ, ഇനി ഇച്ചായനെ കൊണ്ട് താങ്ങത്തില്ലടി. വല്ലാത്തൊരു നോട്ടത്തോടെ, ഭാവത്തോടെ, ചെറുശ്വാസത്തോടെ അലക്സ് പറഞ്ഞതും ദേവയുടെ മിഴികൾ അവൻ്റെ മിഴികളിൽ കൂട്ടിയിണങ്ങി. ഞാൻ എടുത്തോട്ടടി മുഴുവനായും. എൻ്റേതല്ലേ, എൻ്റേത് മാത്രമല്ലേ. ആ കണ്ണുകളിലെ മാറ്റം ദേവയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ അവളും ആഗ്രഹിച്ചു പോകുന്നു അവനിൽ ലയിച്ചു ചേരുവാൻ. പ്രണയം അങ്ങനെയാണല്ലോ. ചുറ്റുമുള്ളതൊന്നും കാണില്ല, മുന്നോട്ടുള്ള നിജസ്ഥിതിയെ മനസ്സിലാക്കില്ല. പ്രണയം അതിരുവിടുമ്പോൾ അവിടെ കാമം പുനർജനിക്കുന്നു. ഇച്ചായ! അലക്സിൻ്റെ ചുമലിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് ദേവ വിളിച്ചതും വീണ്ടും അവളുടെ മൃദുത്വത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. വീണ്ടും അവൻ്റെ പ്രവൃത്തിയിൽ പെണ്ണുയർന്നതും അതേസമയം തന്നെ മൃദുതയിൽ നിന്നും മുഖമുയർത്തി അവളെ കോരിയെടുത്തുകൊണ്ട് അലക്സ് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് വന്നിരുന്നു. ആ ഒരു നിമിഷം അവളും അവനിൽ ലയിക്കുവാനായി കൊതിച്ചിരുന്നു. അവിടെ ബുദ്ധിയായിരുന്നില്ല, കാമം മാത്രമായിരുന്നു മുന്നിട്ട് നിന്നത്. തൻ്റെ റൂമിലേക്ക് കയറി അവളെ ബെഡിലേക്ക് കിടത്തിയതിനോടൊപ്പം തൻ്റെ ടീഷർട്ട് അഴിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അലക്സ്. ഇച്ചായ! പിടയുന്ന മിഴികളോടെ അവൻ്റെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ദേവ വിളിച്ചതും അലക്സ് പതിയെ അവളിലേക്ക് അമർന്നിരുന്നു. നമുക്ക് ജീവിക്കാടി, മനസ്സും ശരീരവും പങ്കുവെച്ച്. ദേവയുടെ ചെവിയോരം ചെറു ശ്വാസക്കാറ്റായി അലക്സ് പറഞ്ഞതും അവളും ഒന്ന് കുളിർന്നു പോയി. ആ പകലിനെ മനോഹരമാക്കിക്കൊണ്ട് അലക്സ് ദേവയെ അറിയുമ്പോൾ അവളും അവനെ ലയിച്ചു ചേരുകയായിരുന്നു. അവൻ്റെ ശ്വാസവും തഴുകലും ചുംബനങ്ങളും അവസാനം ചെറുവേദനയും തനിക്ക് സമ്മാനിച്ചവനെ ഇറുക്കി പുണർന്നുകൊണ്ട് അവൾ നല്ലൊരു ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ തൻ്റെ പെണ്ണിനെ തന്നോരം ചേർത്ത് പിടിച്ചുകൊണ്ട് അലക്സും ഉറങ്ങിയിരുന്നു. സന്ധ്യ കഴിഞ്ഞിരുന്നു. ദേവ ഉറക്കം ഞെട്ടുമ്പോൾ പതിയെ കണ്ണുകൾ തുറന്നതും പകൽ വെളിച്ചത്തിൽ നടന്ന ഓരോ സംഭവങ്ങളും അവളുടെ കൺമുന്നിലേക്കെത്തി. അതിനെന്നോളം അവൾ നാണത്താൽ കണ്ണുകൾ ഇറക്കിയടച്ച് പുഞ്ചിരിച്ചുകൊണ്ട് പതിയെ മിഴികൾ തുറന്ന് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. താനിപ്പോൾ നഗ്നയാണെന്ന് മനസ്സിലായവൾ ഊർന്നിറങ്ങിയ ബെഡ്ഷീറ്റ് എടുത്ത് തൻ്റെ മാറോണം പുതച്ചു. അതേസമയം തൻ്റെ പ്രാണനെയും അവൾ തിരഞ്ഞു. അടുത്തില്ല, റൂമിലുമില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇച്ചാൻ നേരത്തെ ഉണർന്നിട്ടുണ്ടാകുമെന്ന് അവൾ കരുതി. മാറോട് ബെഡ്ഷീറ്റ് മുറുകെ പിടിച്ച് താഴെ ചിതറിക്കിടക്കുന്ന തൻ്റെ അടിവസ്ത്രങ്ങളും ടോപ്പും പാൻറ്റും എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് കയറി. വെള്ളം തട്ടുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നീറ്റൽ അവൾക്ക് അനുഭവപ്പെട്ടു. മാറിലും അടിവയറിലും കാണുന്ന അവൻ്റെ ദന്തങ്ങളുടെ പാട് അവൾക്കൊരു വികാരമായിരുന്നു. തൻ്റെ മനസ്സ് ശരീരവും സ്വന്തമാക്കിയവനോട് അവൾക്ക് പ്രണയം തോന്നി. ഇനി എങ്ങനെ അവനെ ഫേസ് ചെയ്യും എന്നോർത്ത് ചെറു നാണവും തോന്നുന്നുണ്ട് പെണ്ണിന്. ഫ്രഷായി കഴിഞ്ഞിട്ടും ഡ്രസ്സിട്ട് അവൾ അലക്സിൻ്റെ റൂമിൽ നിന്നും പതിയെ പുറത്തേക്ക് ഇറങ്ങി. സ്റ്റെപ്പിൻ്റെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് എത്തി നോക്കിയപ്പോൾ അവിടെയൊന്നും അലക്സിനെ അവൾ കണ്ടില്ല. ഇച്ചായൻ എവിടെ പോയി? ഫ്രണ്ട് ഡോർ ചാരിയിരിക്കുന്നത് കണ്ടതും പുറത്തുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു. ചെറു നാണത്തോടെ കൈവേരിയിൽ പിടിച്ച് അവൾ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു. ഒപ്പം ഫ്രണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അവിടെയൊന്നും ദേവ അലക്സിനെ കണ്ടില്ല. ഉണർന്നോ? പെട്ടെന്ന് പുറകിൽ നിന്നും പരിചയമുള്ള ശബ്ദം കേട്ടതും ദേവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ഉണർന്നോ? പെട്ടെന്ന് പുറകിൽ നിന്നും പരിചയമുള്ള ശബ്ദം കേട്ടതും ദേവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി.
ചേച്ചി എപ്പോൾ വന്നു? ഞാൻ വന്നിട്ട് കുറേ നേരമായി. എന്തുറക്കാ കൊച്ചെ ഉറങ്ങുന്നത്? ദേവയെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മറിയാമ്മ അകത്തേക്ക് നടന്നു. ആഴ്ചയിൽ 1-2 വട്ടം വീട് വൃത്തിയാക്കാൻ വരുന്ന സ്ത്രീയാണ് മറിയാമ്മ. ദേവ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ മറിയാമ്മയോട് കൂടുതൽ അവൾ സംസാരിച്ചിട്ടില്ല. താനെന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന ഭാവം പോലും മറിയാമ്മയ്ക്കുണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ ദേവ കൂടുതൽ അടുപ്പത്തിന് നിന്നില്ല. ഈ ACP എവിടെ പോയി? മറിയാമ്മയോട് ചോദിക്കാൻ വല്ലായ്മയുണ്ടെങ്കിലും അവിടെയൊന്നും ACPയെ കാണാത്തതുകൊണ്ട് ദേവയ്ക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സാറ് പുറത്തേക്ക് എവിടെയോ പോയിട്ടുണ്ട്. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. കൊച്ചിന് ചായ വേണോ? വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ മറിയാമ്മ ദേവയോട് ചോദിച്ചതും അവൾ വേണ്ടെന്ന അർത്ഥത്തിൽ തലയാട്ടി. പിന്നീട് മറിയാമ്മ നിർബന്ധിക്കാനും പോയില്ല. ആ സ്ത്രീ നേരെ അടുക്കളയിലേക്ക് നടന്നു. സമയം നീങ്ങി തുടങ്ങി. സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. ദേവയിൽ വല്ലാത്തൊരു ഭയം കടന്നു വരികയും ചെയ്തു. മറിയാമ്മ ഇപ്പോഴും ആ വീട്ടിലുണ്ട്. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞാൽ ഉടനെ പോകുന്നതാണ് മറിയാമ്മയുടെ പതിവ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്നൊരു സംശയവും ദേവയ്ക്കുണ്ട്. കൊച്ചേ, ഇതെടുത്ത് കുടിക്കാൻ നോക്ക്. എനിക്ക് കഴുകി വെച്ച് പോകേണ്ടതാണ്. മറിയാമ്മ വിളിച്ചു പറഞ്ഞതും സോഫയിൽ ഇരുന്നവർ പതിയെ വന്ന് എടുത്തു വെച്ച ചായ എടുത്ത് അല്പാൽപമായി കുടിച്ചു. നല്ല ക്ഷീണമുണ്ട്. ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അതോടൊപ്പം ശരീരം നീറിപ്പുകയുന്നത് പോലെ. ആദ്യമായത് കൊണ്ടാകാം വല്ലാത്തൊരു ഉന്മേഷക്കുറവുണ്ട് അവൾക്ക്. ഇപ്പോൾ ഒരു ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് ആശിച്ചു പോയ നിമിഷമാണ് മറിയാമ്മ അവളെ വിളിച്ചത്. കഴിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് കഴിക്ക് കൊച്ചേ. 2 പീസ് കേക്കിൻ്റെ കഷ്ണം ദേവയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് മറിയാമ്മ പറഞ്ഞതും അവൾ അതിൽ നിന്നും ഒരു പീസ് കേക്ക് എടുത്ത് നേരെ സോഫയിലേക്ക് വന്നിരുന്നു. സമയം നീങ്ങിത്തുടങ്ങി. രാത്രി 9 മണിയായിരിക്കുന്നു. കൊച്ചേ, ഞാൻ പോകുന്നു. ഇനിയും ഇവിടെ നിന്നാൽ ശരിയാവില്ല. കൊച്ചിന് തനിച്ചു നിൽക്കാൻ പേടിയൊന്നുമില്ലല്ലോ? യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ മറിയാമ്മ ചോദിച്ചതും ദേവ നിറഞ്ഞു വന്ന കണ്ണുനീരോടെ ഭയമില്ലെന്ന അർത്ഥത്തിൽ തലയാട്ടിയതും മറിയാമ്മ പിന്നെ ഒരു ചോദ്യം പറച്ചിൽ നിന്ന് നിൽക്കാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു. മറിയാമ്മ പോയി കഴിഞ്ഞതും ഫ്രണ്ട് ഡോർ അടച്ചു പൂട്ടി ദേവ ആ ഹാളിൽ അങ്ങനെ തന്നെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൾ. ACPയുടെ നമ്പർ അറിയില്ല. ഇത്ര ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങിക്കാതിരുന്നത് തൻ്റെ പിഴവാണെന്ന് അവൾക്കറിയാം. എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സിലെ സങ്കോചത്തിനോടൊപ്പം ഭയവും അവളെ കടന്നുകൂടാൻ തുടങ്ങി. മറിയാമ്മ പോയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ദേവ കരയുകയാണ്. ACP തന്നെ ചതിച്ചോ എന്ന് പോലും ആ നിമിഷങ്ങളിൽ അവൾ ചിന്തിച്ചു പോകുന്നു. അതോടൊപ്പം ACP തന്നെ ചതിക്കില്ല എന്നൊരു ഉറപ്പും അവൾക്കുണ്ട്. സങ്കടം കണ്ണുനീരായി അവളിൽ നിന്നും നിലം പതിക്കാൻ തുടങ്ങി. സമയം നീങ്ങുന്നതിനനുസരിച്ച് ആ പെണ്ണ് തളർന്നു പോകുന്നു. തൻ്റെ മനസ്സും ശരീരവും ഒരുവന് നൽകി. പ്രണയമെന്ന മഹാസാഗരത്തിൽ താൻ തന്നെ മറന്നുപോയി. പ്രണയിച്ച് ലയിച്ചു ചേരുമ്പോൾ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് ചിന്തിച്ചില്ല. ഉൾഭയം ദേവയെ വന്നു പൊതിഞ്ഞു. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നുവോ? ACPക്ക് വേണ്ടുന്നത് തൻ്റെ ശരീരം മാത്രമായിരുന്നുവോ? ചെറു നിമിഷങ്ങൾ കൊണ്ട് ആ പെണ്ണ് പലതും ചിന്തിച്ചുകൂട്ടി. ഒരു തരത്തിൽ അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചു എന്നു തന്നെ പറയാം. നിമിഷങ്ങൾ കടന്നു പോകുമ്പോൾ പ്രണയമാധുര്യത്തിൽ ലയിച്ചിരുന്ന ശരീരം വാടിത്തളർന്നിരുന്നു. ACPയെ കാത്തിരുന്നവൾ എപ്പോഴൊക്കെയോ ആ സെറ്റിൽ തന്നെ ഉറക്കവും പ്രാപിച്ചു. ഷീറ്റ്, ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യ്. എനിക്ക് വീട്ടിൽ പോകണം. ജയിലറക്കുള്ളിലേക്ക് കയറിയവൻ പുറത്തേക്ക് വന്ന് തൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് സമയം രാത്രി 12 മണി കഴിഞ്ഞെന്ന് മനസ്സിലായത്. മറിയാമ്മയുടെ 3 മിസ് കോളും അവൻ കണ്ടു. സർ, ഇവന്മാരെ എന്തു ചെയ്യണം? ബാക്കി നാളെ നോക്കാം, അലസമായി അലക്സ് പറഞ്ഞുകൊണ്ട് മറിയാമ്മയുടെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചുകൊണ്ട് അലക്സ് സ്റ്റേഷനിൽ നിന്നും തൻ്റെ കാറിലേക്ക് കയറിയിരുന്നു. ഹാ സാറേ. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് ഉറക്കത്തിൽ നിന്നും മറിയാമ്മ ഞെട്ടി ഉണർന്നത്.
അലക്സിൻ്റെ നമ്പറാണെന്ന് കണ്ടതും മറിയാമ്മ ചാടിപ്പടഞ്ഞ് എഴുന്നേറ്റ് ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. ചേട്ടത്തി എവിടെയാ? എൻ്റെ വീട്ടിൽ സാറേ. എന്നതാ കാര്യം? അപ്പോൾ അഞ്ജനയുടെ കൂടെ ആരാ ഉള്ളത്? ഞാൻ വരുന്നത് വരെ നിങ്ങളോട് അഞ്ജനയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞതല്ലേ സാറേ? 9 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങ് പോന്നു. ആ കൊച്ചിനോട് ഞാൻ ചോദിച്ചതാ നിൽക്കണോന്ന്. ആ കൊച്ച് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങാൻ നേരവും ഒന്നുകൂടി ആ കൊച്ചിനോട് ചോദിച്ചു സാറേ. ഒന്ന് ഇറങ്ങിത്തരാമോന്ന് ആ കൊച്ച് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. അലക്സിൻ്റെ ശബ്ദത്തിലെ മാറ്റം വ്യക്തമായി മനസ്സിലായിരുന്നു മറിയാമ്മക്ക്. അതുകൊണ്ട് ചെറു ഭയത്തോടെയായിരുന്നു അവർ കള്ളം പറഞ്ഞത്. സാറേ. മറുപുറകിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതെ വന്നതും മറിയാമ്മ അലക്സിനെ വിളിച്ചതും അതേസമയം തന്നെയായിരുന്നു ഫോൺ കട്ടായതും. സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഒരു കുതിപ്പായിരുന്നു അലക്സ് കാറുമായി. ദേവ വീട്ടിൽ തനിച്ചാണെന്ന് ഓർക്കുമ്പോൾ അവന് ഭയവും തോന്നാതിരുന്നില്ല. അപ്പച്ചൻ്റെ വെല്ലുവിളി, ദേവയെ കിട്ടാനായി കാത്തിരിക്കുന്ന അവളുടെ ബന്ധുക്കൾ, എല്ലാവരുടെയും മുഖം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അലക്സിന് തൻ്റെ പെണ്ണിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയമേറുന്നു. തന്നിൽ നിന്നും അവൾ അകന്നു പോകുന്നത് പോലെ അവന് ഫീൽ ചെയ്യുന്നു. അതിനെന്നോളം ഡ്രൈവിങ്ങിൻ്റെ സ്പീഡും കൂടി, അവന് നിയന്ത്രിക്കാൻ പറ്റാത്ത സ്പീഡ്. തുടരും. സോറി, ഇന്നലെ തരാൻ കഴിഞ്ഞില്ല. ഇന്നലെ കുറച്ച് തിരക്കിലായിപ്പോയി. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ, ലൈക്കും ചെയ്യണേ, കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാം. പിന്നെ ഞാനൊരു പുതിയ സ്റ്റോറി തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങിക്കോട്ടെ.